മഹാദേവന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് ജനിച്ച വാസ്തുപുരുഷന്റെ ജനനകഥയും ഈശാനകോൺ, അഗ്നികോൺ എന്നിവയുടെ പ്രാധാന്യവും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. അതിന്റെ തുടർച്ചയായി വാസ്തുവിലെ ഏറ്റവും നിർണായകമായ മറ്റ് രണ്ട് ഭാഗങ്ങളാണ് നൈഋതി കോണും വായുകോണും. വീടിന്റെ നിലനിൽപ്പിനെയും ഐശ്വര്യത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്നതാണ് ഈ രണ്ട് കോണുകൾ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നു. അടുത്തതായി വരുന്നത് നൈഋതി കോണാണ്, അതായത് തെക്ക് പടിഞ്ഞാറ്. ഇത് വാസ്തുപുരുഷന്റെ പാദങ്ങളാണ്. ഇവിടെ ടോയ്ലറ്റോ അടുക്കളയോ വന്നാൽ ജീവിതത്തിൽ സ്ഥിരതയില്ലാതാകും. ഫലം എന്തെന്നാൽ ഇവിടെ ധനം വരികയും കയ്യിൽ നിൽക്കുകയില്ല. കടബാധ്യതകൾ വർദ്ധിക്കും. പരിഹാരം എന്തെന്നാൽ ഇവിടെ ഭാരമുള്ള ഫർണിച്ചറുകൾ വയ്ക്കുക. മണ്ണോ കല്ലോ തടി കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ സൂക്ഷിക്കുക. ഈ സ്ഥലം ശാന്തമായിരിക്കണം. അവസാനത്തേത് വായുകോണാണ്, അതായത് വടക്ക് പടിഞ്ഞാറ്. ഈ ദിശ ശ്വാസവുമായും ചലനവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദോഷമുണ്ടെങ്കിൽ രോഗങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. പരിഹാരം എന്തെന്നാൽ ഈ ദിശയിൽ നല്ല കാറ്റും വെളിച്ചവും ഉണ്ടെന്ന് ഉറപ്പാക്കുക. നേരിയ നിറങ്ങൾ ഉപയോഗിക്കുക. വൈകുന്നേരങ്ങളിൽ ധൂപമോ കുന്തിരിക്കമോ പോയിക്കുന്നത് നല്ലതാണ്. നമ്മൾ താമസിക്കുന്ന വീടെന്നത് വെറും കല്ലും മണ്ണും സിമന്റും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല, മറിച്ചത് സജീവമായ ഊർജ്ജം കുടികൊള്ളുന്ന ഒരിടമാണ്. വാസ്തുശാസ്ത്ര പ്രകാരം ഓരോ വീടിന്റെയും ആധാരമായി നിലകൊള്ളുന്നത് വാസ്തുപുരുഷനാണ്. ആ പുണ്യരൂപത്തെ ആദരവോടെ പരിഗണിക്കുകയും ഓരോ ദിശയുടെയും പ്രാധാന്യം മനസ്സിലാക്കി വീട് ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് ഊർജ്ജം നിറയുന്നു. വീടിന്റെ ഓരോ കോണും വാസ്തുപുരുഷന്റെ ഓരോ ഭാഗമായി കണ്ട് ശുദ്ധിയായും ശാന്തമായും പരിപാലിക്കുക. വാസ്തു നിയമങ്ങൾ പാലിക്കുന്നത് കേവലം ഐശ്വര്യത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ആ വീട്ടിൽ വസിക്കുന്നവരുടെ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കൂടിയാണ്. വാസ്തുപുരുഷനെ ബഹുമാനിക്കുക, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. വാസ്തുപുരുഷന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് വാസ്തുപുരുഷ.